ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരളത്തിൻ്റെ സ്വന്തം തമന്ന, കേരളത്തിൻ്റെ സ്വന്തം നായിക രേണുസുതി പുതിയ പുതിയ കണ്ടന്റുമായി ഇട്ട് വന്നിരിക്കുകയാണ്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഒരേ സമയം ചിരി വരും, ദേഷ്യം വരും, ഞെട്ടൽ വരും, എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വരാനുള്ള കണ്ടന്റുകൾ രാത്രി തന്നെ ആലോചിച്ചുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ രേണുസുതി എല്ലാം കൂടി അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ രേണുസുതിയുടെ കണ്ടന്റ് ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. മിസൈലിൻ്റെ ശബ്ദം നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് അല്ലേ, അതിങ്ങനെ പേടിച്ചരണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഇത് രേണുസുതി ഫുൾ രേണുസുതിയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 99% നെഗറ്റീവ് കമൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 1% മാത്രമേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കമൻറ്റ് നമുക്ക് കാണാൻ കഴിയൂ. പക്ഷേ ഈ നിക്കർ വിധവ അല്ലെങ്കിൽ ഈ നടി അല്ലെങ്കിൽ ഈ മോഡലിംഗ് ഗേള് ഇപ്പം പിന്നെ ഗായികയാണ് കേട്ടോ, ഫയർ ഡാൻസറാണ്, ഗായികയാണ്. ഇവർക്ക് യാതൊരു തരത്തിലുള്ള തളർച്ചയുമില്ല. ഇത് കേൾക്കും തോറും ഉത്തേജന മരുന്ന് കഴിച്ച പോലെയാണ് ആള് ഓടിച്ചാടി ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് കമന്റ് ഒക്കെ കേട്ട സാധാരണ ആൾക്കാർക്ക് ഒരു ഡള്ളായി പോവും. അതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമ്മൾ ഡള്ളായി പോവും. അയ്യോ, ഇനി ആ ഒരു മേഖലയ്ക്ക് നമ്മളില്ലേ എന്നൊക്കെ വിചാരിച്ചു പോകും. പക്ഷെ ഇവർ ആ മേഖല കൈയടക്കാൻ തന്നെയാണ്. പക്ഷെ നമുക്ക് പാട്ട് പാടുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട് ഈ വ്യക്തിയെ. രേണുസുതി അഭിനയിക്കുന്ന പോലെയൊന്നുമല്ല. പക്ഷെ എന്താ ചെയ്യാ, ഇവളുണ്ടാക്കിയ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, അത് കാരണം ജനങ്ങളിൽ വെറുപ്പ് സ്പ്രെഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺട്രവേഴ്സി ഒക്കെ ഭയങ്കര പ്രിയമായിട്ടുള്ള ആളാണ്. രേണുവിനെ സ്റ്റേജിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും സ്റ്റേജിൽ വിളിച്ചു കഴിഞ്ഞാൽ, കണ്ടന്റുകൾ വന്നിട്ടില്ല കേട്ടോ, വരാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. രേണുവിനെ സ്റ്റേജിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും, ഐറ്റം ഡാൻസ് വേണോ, ബെല്ലി ഡാൻസ് വേണോ, ക്ലാസിക്കൽ ഡാൻസ് വേണോ, DJ ഡാൻസ് വേണോ, സ്പോട്ടിൽ ചെയ്തോളൂ കേട്ടോ. ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് കണ്ടിരുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? എൻ്റെ പൊന്നെ ചിരിച്ച് മണ്ണ് തപ്പും. രേണു ഒരു ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാമോ എന്ന് പറയല്ല, രേണു അവിടെ നിന്ന് എണീറ്റിട്ട് എന്തൊക്കെ താ തക്ക ജം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്വന്തം അച്ഛനും അമ്മയും വരെ ഇപ്പോൾ എന്താണ്, രേണു ഒരു ട്രോളാണ്. നിക്കർ വിധവ എന്ന് പറഞ്ഞിട്ട് നിക്കർ ഇട്ടുകൊണ്ട് പോണ സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞു അത്രേ, നിക്കർ വിധവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണെന്നാ പറയണത്. അപ്പൊ അവര് വരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ എന്താ പോകാത്ത രേണു എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, സിനിമയിൽ വിളിക്കാത്തോണ്ടാണ് പോകാത്തത് കേട്ടാ, ഞാൻ അങ്ങോട്ടൊന്നും ചെന്നൊന്നും ചോദിക്കാറില്ല, ഇങ്ങോട്ട് വരുന്നത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്നത് മതി എനിക്ക് ഒന്നാമത് നിന്ന് തിരിയാൻ സമയമില്ല. ആ സമയത്താണ് നിങ്ങൾ സിനിമയിലൊക്കെ പോകാൻ പറയുന്നേ. എനിക്ക് ഈ രേണുസുതി 2-3 സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു, ഏതൊക്കെയോ ദയാവതോ അതൊക്കെ പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല അല്ലേ. അതാരും കാണാനും പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ള സിനിമകളിലാണ് വിളിക്കുന്നത്. നല്ലൊരു ഡയറക്ടറോ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക പ്രൊഡ്യൂസേഴ്സോ ഒന്നും രേണുസുതിയെ വിളിച്ച് കാണുന്നില്ല, നല്ലൊരു പടത്തിൽ കാണുന്നില്ല. എന്നിട്ട് പറയാണ്, ഞാൻ ആരുടെ ഒപ്പം അഭിനയിക്കാൻ തയ്യാറാണ്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന നായകൻ എന്നൊന്നും ഇല്ലാന്ന്. പക്ഷെ നായകന്മാർക്കും ഉണ്ടാവില്ലേ ഒരു സങ്കല്പം. രേണുസുതി വോയിസ് നമുക്കൊന്ന് കേൾക്കാട്ടോ. സിനിമയിൽ എന്തുകൊണ്ട് പോണില്ല? നല്ല വിളിച്ചില്ല. പക്ഷെ അപ്പം ഞാൻ അങ്ങോട്ട് ആരോടും അവസരം ചോദിച്ച് നടക്കാറില്ല. ഇങ്ങോട്ട് വരുന്ന അവസരം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ആരെ കൂടെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. ആരുടെ കൂടെ അഭിനയിപ്പിക്കാൻ വിളിച്ചാൽ അഭിനയിക്കും. നല്ലൊരു അവസരം കിട്ടിയാൽ എന്തായാലും തീർച്ചയായും പോകും. നല്ലതാണോ എന്നതാണോ എന്ന് അറിയത്തില്ല. അവസരം കിട്ടിയാൽ ചെയ്യും. എനിക്ക് ഓക്കെയാണ് ഞാൻ ചെയ്യും. ഇനി ഒരു കാറ് മേടിച്ചിട്ടുണ്ടല്ലോ അല്ലെ, ആ കാറിന്റെ ഉള്ളിൽ സ്വന്തമായിട്ട് ഡോർ അടച്ചുകൊണ്ട് രേണുസുതി പോകുന്നു കേട്ടോ. അടുത്ത കണ്ടിട്ട് നിങ്ങൾ ആക്കിയുള്ളൂ കേട്ടോ. രേണുസുതി പറയാണ്, ഒരു സ്വന്തമായിട്ടല്ലാണ്ട് ഇനി വേറെ അംഗരക്ഷകർ വേണോ കാർ ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ട്? പിന്നെ കാറൊക്കെ മേടിച്ചത് നന്നു, ഇതിനൊന്നും ആരും ഒരു കുറ്റവും പറയുന്നില്ല. പക്ഷെ നമ്മളൊരു കാറിൽ ഞെളിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ മരിച്ചു പോകേണ്ട വ്യക്തികളാണ്. മറ്റുള്ളവർക്ക് 1 രൂപ കടമുണ്ടെങ്കിൽ അതുപോലും തീർത്തിട്ട് വേണം നമ്മൾ നമ്മുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ രേണുസുതി. അല്ലാതെ നമ്മുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മറ്റുള്ളവർ എത്ര അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് നിങ്ങൾക്ക് 3000, 5000, 10,000 വെച്ച് അടങ്ങി തന്നിരുന്നത്. അവരുടെയൊക്കെ കണ്ണീരുമ്പി ചവിട്ടി നിന്നുകൊണ്ട് ഇതാ രേണുസുതി പോകുന്നു, ഡോർ അടച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്കും ഇതൊരു കണ്ടന്റ് ആക്കാൻ തന്നെ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ പുച്ഛാണ് വരുന്നത് ഇത് കേട്ടിട്ട്. ഇപ്പൊ നിങ്ങളുടെ ആങ്ങളെയാണോ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? അല്ല. നിങ്ങളുടെ അച്ഛനാണോ? അല്ല. നിങ്ങളുടെ ഭർത്താവാണോ? അല്ല. വല്ലവരും എവിടെയോ കിടക്കുന്ന വല്ലവരും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇരുന്ന് തിന്നും കഴിഞ്ഞ് അവരെ തെറി വിളിച്ച് അവരെ ചീത്തയും വിളിച്ചും കഴിഞ്ഞ് ഇനി തീരെ കൊടുക്കത്തൂല എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ വരുമ്പോൾ തിരിച്ച് ആ ഓരോരോ പൈസ നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളൊക്കെ പറയും, പണ്ടത്തെ ആൾക്കാർ പറയും വായു കിട്ടാതെ മരിക്കും എന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയോ? ആ വായു ഇങ്ങനെ കിട്ടാതെ ഇരിക്കുന്നത് മറ്റുള്ളവർ അധ്വാനിച്ച ആ ഒരു രക്തത്തിൻ്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിൽ വന്ന് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പം അതൊക്കെ തീർത്തിട്ട് വേണം നമ്മളൊന്ന് സുഖിക്കാൻ വേണ്ടിയിട്ട്. കാറായാലും വീടായാലും ചെരുപ്പാണെങ്കിലും രേണുസുതിയുടെ ചെരുപ്പിൻ്റെ കളക്ഷൻ നിങ്ങളൊന്ന് കണ്ടു നോക്കണം.
നോക്കണം. ഇനി ഈ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാട്ടോ. സ്വന്തമായിട്ട് ഡോർ അടച്ചുകൊണ്ട് രേണുസുതി ഇതാ പോകുന്നു. ഓക്കെ, ഓക്കേടാ, ബൈ ബൈ. പ്രേക്ഷകരോട് ഒത്തിരി സന്തോഷം. പ്രേക്ഷകരോട് പറഞ്ഞിട്ട് ഇനി വയറ് കണ്ടിട്ട് അങ്ങനത്തെ കാര്യം. ഓക്കെ, പ്രേക്ഷകരോട് ഒത്തിരി സന്തോഷം. എടാ വീഴല്ലേ, സ്വന്തം കാറ് സ്വന്തമായിട്ട് ഡോർ അടച്ചുകൊണ്ട് രേണുസുതി. ഈ പെണ്ണിന് എന്താ വയറ് വിട്ടൊരു കാര്യമില്ല. ഡോർ അടയ്ക്കുമ്പോൾ പോലും അയ്യോ എൻ്റെ വയറ്, എൻ്റെ തമ്മനയുടെ വയറ്, അല്ലെങ്കിൽ പൊക്കിള്. പ്രേക്ഷകർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ആ സമാധാനം കിട്ടും. ഞാൻ എങ്ങനെയാണെങ്കിലും വയറ് കാണിക്കും. എൻ്റെ വയറാണ് ഇപ്പൊ കേരളത്തിലെ പ്രശ്നം എന്നാണ് രേണുസുതി പറയുന്നത്. ആ ഒരു വോയിസ് കൂടി നിങ്ങൾ കേട്ട് നോക്കുക. എങ്ങനെയാണല്ലോ അവൾ വയറ് കാണിക്കും എന്ന് പറയും. എന്റെ വയറാണ് പ്രശ്നം. ഇപ്പം വിവാദമായിക്കൊണ്ടിരിക്കുന്ന എന്റെ വയറാണ്. അടുത്തൊരു വിവാദം ഉണ്ടാക്കുക കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും ട്രെൻഡാണെന്നേ. എൻ്റെ ചെരുപ്പാണ് വിഷയം. എന്നെ ദേവിയെ പോലെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒരു പയ്യൻ എന്നെ ദേവിയെ പോലെ ആരാധിക്കുന്നു, എൻ്റെ കാലിനെ ആരാധിക്കുന്നു, എൻ്റെ ചെരുപ്പിനെ ആരാധിക്കുന്നു. എന്താണെന്നറിയില്ല, ഭയങ്കര ഭംഗിയാണ് ഈ വയറും കാലൊക്കെ കാണാൻ. എന്ത് ചെയ്യാം, ഇതൊക്കെ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും കേട്ടോ. ഇപ്പൊ എൻ്റെ ഫാഷൻ നിങ്ങൾ പിന്തുടർന്നോളൂ. അപ്പൊ 2 തരം പാസരം ഇട്ടിട്ടുണ്ട് കാലുമ്മേ. അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യണു 2 തരം പാസരം? അത് എൻ്റെ കാല്, എൻ്റെ ചെരുപ്പ്. ആരാധകർ ധാരാളം ഉണ്ട് കേട്ടോ എൻ്റെ കാലിനും ചെരുപ്പിനും. ഇപ്പൊ നോക്കിക്കോളൂ, ഇനി എൻ്റെ ഈ പാത നിങ്ങൾ പിന്തുടർന്നോ. ഇനി രേണുസുതി ഒന്ന് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഇനി ചെറിയ പിള്ളേർ, കൊച്ചു പിള്ളേർ ഇനി അത് ഇടാൻ പോവാണ് കേട്ടോ. എന്ന് വെച്ചാൽ 2 പാദസരം രേണുസുതി ഇട്ടു, ഇനി ഞങ്ങൾക്ക് ഇടണം 2 തരം പാദസരം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെരുപ്പ് ഇടില്ല. എൻ്റെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ, ചെരുപ്പ് കൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ചെരുപ്പ് ഭയങ്കര പ്രിയമാണ് പോലും. എല്ലാവരുടെ കാശ് കൊണ്ടൊക്കെ കുറേ ചെരുപ്പ് മേടിക്കുമ്പോൾ നമുക്ക് നന്നായി പ്രിയമായിട്ട് തോന്നും അല്ലേ. അതൊക്കെ കൊടുത്ത് തീർത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. എനിക്ക് ചെരുപ്പ് ഭയങ്കര ക്രേസാണ്. ആ ഒരു വോയിസ് നമുക്ക് കേൾക്കാം. ഭയങ്കര റിച്ചാണ്, ഭയങ്കര റിച്ചാ. ഡയമണ്ട് പതിപ്പിച്ച ചെരുപ്പുമായിട്ട് രേണുസുതി. ഇതിന് എത്ര വിലയുണ്ടാവും? 900. പാദസരം ഗോൾഡാണോ? എന്താ രണ്ട് തരം? അത് ഇപ്പോഴത്തെ ഫാഷനാണ്. നീ എല്ലാരും ഇത് ചെയ്തോ. രേണുസുതി ചെയ്ത ഫാഷൻ. നീ എന്റെ കാല് കാണിക്കല്ലേ, എന്റെ പക്കൻ അടിച്ചോണ്ട് പോയിട്ട് കാലിന്റെ രേണുവിന്റെ ചെരുപ്പിന് പ്രത്യേക ഒരു ആരാധകരുണ്ടല്ലോ. ചെരുപ്പിനും കാലിനും. അയ്യേ ഈ പെണ്ണ് എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ പെണ്ണിന്റെ കാല് ആരാധിക്കുന്നവരുണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? ആരാണ് ഇത്രയും വലിയ പൊട്ടന്മാര്? എന്റെ കാല് അടിച്ചോണ്ട് പോകുന്നു ഭക്തര്. പിന്നെ ഞാൻ വിധവയാണ് കേട്ടോ. എൻ്റെ ഹൃദയം പൊട്ടുന്നു. രാത്രി കിടക്കുമ്പോഴേ ആള് സ്റ്റാറ്റസ് ഇടുന്നതാണ് ഞാൻ വിധവയാണ്, ഹൃദയം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരുമില്ല താങ്ങും തണലായിട്ട്. ഇത് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയാസിന് ഫുള്ള് എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ അപ്പോൾ അവർ ഫുള്ള് രേണു എന്ത് ചെയ്യുന്നു നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റാറ്റസ് രേണു എപ്പോഴും പറയാറുണ്ട് ഞാൻ എന്ത് ചെയ്യാണെങ്കിലും സ്റ്റാറ്റസ് ഇടുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇവർ ചോദിക്കാനും എന്താ രേണു അങ്ങനെ പറയുന്നത്, വിധവയാണ് ഹൃദയം പൊട്ടുന്നു എന്നൊക്കെ. എന്താണ് തോന്നിയത്? ഹൃദയം പൊട്ടുന്നത് ഹൃദയം കാണിച്ചു കൊടുക്കാനേ. ഒരു വണ്ടിയിൽ ഒരു ചെക്കൻ വന്ന് രേണു നിന്ന് വർത്താനം പറയുന്നു. നിനക്ക് എന്താ ലവറാണെന്ന് ചോദിക്കേണ്ട ആവശ്യകത അവിടെ ഉദിക്കുന്നില്ല. ഈ മീഡിയാസ് രേണുവിന്റെ കാല് മുതൽ നഖം മുതൽ മുടി മുതൽ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രേണു അതാരാ, ലവറാണോ? അയ്യോ ഇതെന്റെ ലവറല്ല കേട്ടോ. എന്റെ ലവർ ഇങ്ങനെയല്ല, എന്റെ ലവറിന്റെ ഫേസ് ഇങ്ങനെയല്ല. ഭയങ്കര സൗന്ദര്യമുള്ള ആളാണ് കേട്ടോ ലവർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആളേ അല്ല. ഈ നിൽക്കുന്ന ആളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ വർത്തമാനം പറയുന്ന ആള് എന്റെ ലവർ ഇങ്ങനെയല്ല, നല്ല സൗന്ദര്യമുള്ള ആളാന്ന് പറയുമ്പോൾ അയാൾ തീരെ ഒട്ടുമില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. പിന്നെ വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയോ രേണു? എന്തോ അയാൾ തേച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നെ തേച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഗിഫ്റ്റ് തന്നിട്ടില്ല. നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നത് തട്ടവും നോമ്പും ഒക്കെ തട്ടൊക്കെ ഇട്ടുകൊണ്ട് നോമ്പൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന രേണുവിനെയാണ് ഞങ്ങൾ വിചാരിച്ചത്. ഈ മാസത്തിൽ ഇപ്പോൾ പുണ്യമാസമാണല്ലോ അതെന്ന് വിചാരിച്ചു. പക്ഷെ ഒക്കെ ചീറ്റിപ്പോയി എന്ന് പറയുന്നത്. രേണു അതിനൊക്കെ ഒരു പുഞ്ചിരിയാണ് കൊടുക്കുന്നത്. അടുത്ത വിവാദമാവട്ടെ എന്ന് കരുതിക്കൊണ്ട് പുഞ്ചിരിയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് രേണു പറയുന്നുണ്ട് എനിക്ക് ആദിലേനെയും നൂറേനെയും ഭയങ്കര ഇഷ്ടമാണ്, അവരെ കാണാൻ തോന്നുന്നു കേട്ടോ, എനിക്ക് അവരെ കാണാൻ പോകണം. എന്നിട്ട് അവരെ വിളിക്കുന്നുണ്ട്, ഫോണിൽ വിളിക്കുന്നുണ്ട്. രേണു ഉമ്മ കൊടുക്കുന്നത് നൂറ ഉമ്മ, ആദില ഉമ്മ. അത്രയ്ക്ക് ഇഷ്ടമാണൊക്കെ അവരെ കേട്ടോ. എനിക്ക് അനുമോളൊന്നും ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് എന്താണ് ആദിലെ ഇഷ്ടമാണ്. അനുമോളെ ഞാൻ വിളിക്കാറില്ല. ആദിലെ നൂറേനെ എനിക്ക് ഇടക്കിടക്ക് വിളിക്കണം തോന്നാറുണ്ട്, ഉമ്മ വയ്ക്കാൻ തോന്നാറുണ്ട്. ഇടക്കിടക്ക് അവർ പോയി കാണണം. പക്ഷേ ചേച്ചി ഇവിടെ ഭയങ്കര ബിസി ആട്ടോ മക്കളെ. വിളിച്ചുകൊണ്ട് പറയാണ് കേട്ടോ ചേച്ചി ബിസിയാണ്, ചേച്ചി പിന്നെ വിളിക്കാം കേട്ടോ. ഇപ്പം ഇവിടെ നിറച്ച് മീഡിയക്കാരുണ്ട്, അപ്പോൾ മീഡിയക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിച്ചത്. നിറച്ച് മീഡിയക്കാരാണ് കേട്ടോ, പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അടുത്തൊരു വിവാദം രേണുസുതി പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ചെറിയ പിള്ളേരെയാണ് ഇഷ്ടം, എനിക്ക് അത് മതി എന്നാൽ സഫീന ബീവി പറയുന്നു, അതിൽ വ്ളോഗ്സ് പറയുന്നു.
എനിക്ക് എല്ലാവരെയും വേണം കേട്ടോ. എനിക്കങ്ങനെ ചെറിയ പിള്ളേർ മാത്രമൊന്നുമല്ല ഇഷ്ടമുള്ളത്. എല്ലാവരും ഇപ്പോൾ ഒരു പറ്റം പിള്ളേർ എൻ്റെ അടുത്തേക്ക് ഓടി വരാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എന്നെ ഫോളോ ചെയ്യുന്ന പിള്ളേരാന്ന് തോന്നുന്നു. ഇപ്പം എനിക്ക് ചെറിയ പിള്ളേർ ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. രേണുസുതി ഒന്ന് ആലോചിക്കണം, ഫാൻസ് ചെറിയ പിള്ളേരുണ്ട് എന്ന് കരുതി 18 വയസ്സിന് താഴെയുള്ള പിള്ളേരെ പോയി പ്രേമിച്ച് അവരെ പോയി കല്യാണം കഴിക്കാൻ നിൽക്കരുത്. കേട്ടല്ലോ? ഇത് എന്താണ് നിങ്ങളടുത്ത് പറഞ്ഞു തരാനുള്ള അവസാന വാക്കാണ്. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ തിരിയെത്തൂല, മനസ്സിലാവത്തൂല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എത്ര പേര് വീഡിയോ ചെയ്തിരും അവരെയൊക്കെ നിങ്ങൾ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളോട് പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അവരെ പുച്ഛിക്കും. നിങ്ങൾ മീഡിയാസിന്റെ മുന്നിൽ നിന്ന് വന്നിരുന്ന് പറയും അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് വന്നിരിക്കും. അതുകൊണ്ട് നോക്കി കണ്ട് ജീവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, താങ്ക് യു.